യാത്ര നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് നമ്മൾ പെൺ ചലച്ചിത്രമേളയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. എറണാകുളത്ത് നിന്ന് നമ്മൾ പുറപ്പെട്ടു. നമ്മൾ വൈക്കം വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. എന്താ വെച്ചാൽ വൈക്കത്ത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പോകുന്നത് മഹീന്ദ്ര മെറാസോലാണ്. അപ്പം നമ്മളുടെ യാത്ര അങ്ങ് തുടങ്ങി നമ്മൾ വന്നോളൂ. ഫിലിം ഫെസ്റ്റിവലിന് പോകുന്ന വഴി ഇവിടെ വൈക്കത്ത് ഇറങ്ങാനുണ്ടായിരുന്ന ഒരു വലിയ കാരണം ഇതാണ്. എനിക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ജാനകി രാമചന്ദ്രൻ അവരുടെ വീട് ഇപ്പോൾ ഒരു മെമ്മോറിയലായിട്ട് സൂക്ഷിച്ച സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ജാനകി രാമചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ MGRന്റെ വൈഫാണ്. നമ്മുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും നമ്മളെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ മക്കൾ തിലകെന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം MGRന്റെ വൈഫിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വൈക്കത്ത് ആ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. അപ്പം ഇനി ഈ വഴി പാസ് ചെയ്യുമ്പം ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോയിക്കോളൂ എല്ലാവരും. വൈക്കം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ജനിച്ച് അല്ലെങ്കിൽ ജീവിച്ചു പോയൊരു നാടാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാടാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇവിടെ ചെമ്പിലാണ്. ഇവിടെ ചെമ്പിൽ അരയൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, സ്വാതന്ത്ര്യ സമര കാലത്ത് തിരുവിതാംകൂറിലെ ആദ്യ രക്തസാക്ഷിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ്. ജനാർദ്ദനൻ സാർ, ആക്ടർ ജനാർദ്ദനൻ സാറിൻ്റെ നാട് ഇവിടെയാണ്. വൈക്കം വിജയലക്ഷ്മി ഉണ്ട്, നമുക്ക് അവരുടെ നാടാണ്. ചെമ്പിൽ അശോകൻ ചേട്ടൻ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ നമ്മൾ ദക്ഷിണാമൂർത്തി സ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യകാലം, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സമയം മുഴുവൻ വൈക്കത്തിനെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പേരാണ് ജാനകി രാമചന്ദ്രൻ എന്ന് പറയുന്നത്. ഒരുമിച്ച് ഇരിക്കാൻ പറ്റി, എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി. എന്താണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതം, എങ്ങനെ വേണം നമ്മുടെ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കാൻ, നട്ടലോടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തന്ന് നമ്മളെ ജീവിക്കാൻ ഒരുപാട് പ്രേരിപ്പിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളായിട്ട് ഇരിക്കുന്നതിന് ഒരുപാട് സ്നേഹവും നന്ദിയും അമ്മയോട് ഞാൻ പറയുകയാണ്. പത്മിനി എന്നുള്ള എൻ്റെ ഒരു സിനിമ മാത്രമല്ല, ഇതുപോലത്തെ ചെറിയ സിനിമകൾ നല്ല ഉദ്ദേശത്തിൽ എടുക്കുന്ന, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ഞാനല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും ഇങ്ങനത്തെ സിനിമകളായിട്ട് വരുമ്പം അത് തിയേറ്ററിൽ വരുമ്പം കാണാൻ ആൾ വരണം. അതിന് ഒരു ഒരുക്കമാവണം ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവലുകളും ഇങ്ങനത്തെ സംഘടനകളും എന്നുള്ളൊരു ആഗ്രഹമാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. ഇങ്ങനത്തെ ചെറിയ സിനിമകൾ, കണ്ടന്റുള്ള സിനിമകൾ, അങ്ങനത്തെ സിനിമകളുടെ കൂടെ നിൽക്കാൻ ആളുകളെ പഠിപ്പിക്കുക, അങ്ങനത്തെ സിനിമകളുടെ ആവശ്യം നമ്മുടെ ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കണം ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവലുകളുടെയും ഇങ്ങനത്തെ കൂട്ടായ്മകളുടെയും ഒരു ഉദ്ദേശം എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനത്തെ സിനിമകൾ മാത്രം നല്ല കേട്ടോ പറയുന്നത്, നമുക്ക് 2 തരം സിനിമകളും വേണം. നമ്മൾ സിനിമകളെ എപ്പോഴും കച്ചവട താല്പര്യങ്ങളുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനത്തെ സിനിമകളും വേണം, അങ്ങനെ ഒരു ഇൻഡസ്ട്രിയും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈക്കത്ത് പോയിട്ടുണ്ടായിരുന്നു. വൈക്കത്ത് നമ്മൾ ജാനകി രാമചന്ദ്രൻ മാമിൻ്റെ പ്രതിമയും കണ്ടു. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. നിങ്ങളെല്ലാവരും അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നല്ല ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് അയക്കും. അത് കണ്ടിട്ട് ഞാനിങ്ങനെ ബെറ്ററാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അയച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ജസാദ് വൈക്കത്ത്.